ഞാൻ സന്തോഷത്തോടെ ജീവിക്കാനൊന്നും ഇവരെ സമ്മതിക്കത്തില്ല. ഇയാളില്ലാതെ പറ്റത്തില്ല. അതെനിക്ക് 100-150% എനിക്ക് ഉറപ്പാണ്. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ജീവിതം തകർന്ന ഒരു പെണ്ണിൻ്റെ സങ്കടത്തോടു കൂടിയുള്ള വാക്കുകളാണിത്. കാരണം സ്വന്തം ഭർത്താവിന് വേറെ ഒരുപാട് സ്ത്രീകളുമായിട്ട് ബന്ധം. തല്ലൂടുമ്പോൾ ഭർത്താവ് ചോദിക്കണം 1000 റുപ്യ കൊടുത്താൽ മതിയടി, വേറെ ഒരുപാട് പെണ്ണിനെ കിട്ടും, പിന്നെ എന്തിനാണ് നീയെ തിന്നുന്നതിന് കണക്ക്. ഭർത്താവിൻ്റെ ഈ പരസ്ത്രീ ബന്ധവും തിന്നുന്നതിൻ്റെ കണക്ക് പറച്ചിലും ഭർത്താവിൻ്റെ മാനസിക പീഡനം സഹിക്കാൻ കഴിയാതെ കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ യുവതി ജീവനൊടുക്കി. നമ്മുടെ ചുറ്റും ഇങ്ങനെ ഒരുപാട് ആളുകൾ കാണാം. ഭർത്താവിനൊക്കെ വേറെ ഏതെങ്കിലും സ്ത്രീകളുമായിട്ടൊക്കെ ഒരു ബന്ധം, സൗഹൃദങ്ങളൊക്കെ ഉണ്ടാവുക. ഒരു നല്ല ആരോഗ്യകരമായ സൗഹൃദമല്ല, അതിനപ്പുറത്തേക്ക് സ്വന്തം ദാമ്പത്യം തകർക്കുന്ന രീതിയിലുള്ള സൗഹൃദങ്ങൾ. അത് ജോലി സ്ഥലത്താവാം, അല്ലെങ്കിൽ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടൊന്നുമല്ല, വല്ലാതെ സോഷ്യൽ മീഡിയ വഴി പരിചയമുള്ള ആളുകൾ. അങ്ങനെ അനുഭവമുള്ള ഒരുപാട് സ്ത്രീകൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുണ്ടാവും. നമ്മൾ ശബ്ദമിട്ടിട്ടും ചീത്ത പറഞ്ഞിട്ടും പലപ്പോഴും ഇതൊക്കെ അടിച്ചമർത്തും. ഒരുപാട് സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. ചോദിക്കുമ്പോൾ ഞങ്ങൾ പ്രണയമൊന്നും അല്ലല്ലോ, അതൊരു ജോലി സംബന്ധമായ ഒരു സൗഹൃദമല്ലേ, ഇതൊക്കെ പറഞ്ഞ് കൈയൊഴിയും. ഈ കൊല്ലത്തുള്ള രേഷ്മ എന്ന പേരൊരു യുവതി കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ജീവനൊടുക്കിയത്. അവർ പറഞ്ഞൊരു കാരണം ഭർത്താവിൻ്റെ ഈ സ്വഭാവം. അവരച്ഛൻക്ക് അയച്ച സന്ദേശമാണ് ഈ കേൾക്കുന്നത്. ഞാൻ സന്തോഷത്തോടെ ജീവിക്കാനൊന്നും ഇവരെ സമ്മതിക്കത്തില്ല. ഇയാളില്ലാതെ പറ്റത്തില്ല. അതെനിക്ക് 100-150% എനിക്ക് ഉറപ്പാണ്. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ എന്നെ വേണ്ടാത്ത ഒരാളോട് ഞാൻ എന്തിനാ ഈ കെഞ്ചി പുറകോട്ട് പോയി യാചിച്ച് സ്നേഹം കണ്ടെത്തുന്നത്? 1000 രൂപ കൊടുത്ത് അയക്കും ഇഷ്ടംപോലെ പേരെ കിട്ടുമെന്ന്. ഇങ്ങനൊക്കെ പറയുന്നതിനോട് ഞാൻ എന്തോ ഹൃദയം പറയുന്നത്? പൊട്ടുന്നൊരു വേദനല്ലേ. അവരെ സഹോദരി പറയുന്നൊരു വാക്കൊന്ന് കേട്ടോക്ക്. എന്നെ സ്നേഹിച്ചില്ലല്ലോ, എന്റെ കൺമുമ്പിൽ കാണാവില്ലോടി എന്ന് പറഞ്ഞ ജീവിച്ച സഹിച്ചു പുറത്ത് നിന്ന് ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, ശരിക്കും ഉപദ്രവിച്ചിട്ടുണ്ട് എന്റെ ചേച്ചീനെ. ഞാനിത് തുറന്നു പറയുമ്പോൾ എനിക്ക് 100% ഉറപ്പാണ്, ഒരു തരത്തിലും എൻ്റെ ഭാര്യ അറിയാത്ത ഒരു സൗഹൃദങ്ങളും എനിക്കില്ല. ആരോടും എനിക്ക് 4-5 മിനിറ്റ് വിളിച്ച് ഭാര്യ അറിയാത്ത സംസാരങ്ങളില്ല. അത് വീട്ടിലേക്ക് വരുമ്പോൾ ഡിലീറ്റ് ചെയ്യേണ്ട സാഹചര്യമില്ല. ഇങ്ങനെ ഓരോരുത്തരും ആക്കി നോക്ക്. ഖദീജ എന്ന് പേരൊരു യുവതിയുടെ അനുഭവം ഈ ഒരു വാർത്ത കണ്ടപ്പോൾ ഇന്നെനിക്ക് വിളിച്ചു പറഞ്ഞതാ ഖദീജ. സ്ഥലമൊന്നും പറയുന്നില്ല, പേര് ഞാൻ സാങ്കല്പിക പേരാണ് പറഞ്ഞത്. ഖദീജ പറയണ, ഖദീജയുടെ ഭർത്താവ് ഇങ്ങനെയായിരുന്നു. വിവാഹം കഴിഞ്ഞ് 3 വർഷമേ ആയിട്ടുള്ളൂ. വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷം, ചെറിയൊരു കുട്ടി. ഭർത്താവിനിങ്ങനെ ഫോണിൽ ഒരുപാട് സ്ത്രീകളുമായിട്ട് സംസാരിക്കും. ഭർത്താവ്, ഈ ഒരു സ്ത്രീ ആദ്യം കരുതിയത് ഭർത്താവ് അങ്ങനെ ഒരു സൗഹൃദപ്രിയനായിരിക്കാം, അല്ലെങ്കിൽ സംസാരിക്കുന്നതല്ലേ ഉള്ളൂ. അതൊന്നും ഭാര്യയ്ക്കൊരു വിഷമമുണ്ടെങ്കിലും ഭാര്യ അത്ര കാര്യമാക്കിയിരുന്നില്ല. പക്ഷേ ഒരിക്കലും ഇവർ ഈ ഭർത്താവിൻ്റെ ഫോൺ എടുത്തു. ഭർത്താവിൻ്റെ ഫോൺ എടുക്കാൻ കാരണമുണ്ട്. ഈ ഭാര്യയ്ക്ക് അത്ര നല്ല ഫോണൊന്നുമല്ല, ഭർത്താവിന് പുതിയ ഐഫോണ് ഭാര്യയുടെ ആങ്ങളെ മേടിച്ചു കൊടുത്തു. അപ്പോൾ ഈ ഫോൺ ആർക്ക് കൊടുത്തു? ഭാര്യയ്ക്ക് കൊടുത്തു. അങ്ങനെ ഭാര്യയുടെ ഈ ഫോൺ കേടായി. അതായത് ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരു പഴയ ഫോണാണ്. അതിനെന്തോ കേട് വന്നിട്ട് കടയിൽ കൊണ്ടുപോയി കൊടുത്ത്, അവിടെ കടയിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് കടക്കാരൻ, ആരാണ് ഈ കടക്കാരൻ? ഈ പെണ്ണിൻ്റെ ഒരു കസിൻ ബ്രദറാണ്. അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ട് കടക്കാനാണ് കാണിച്ചു കൊടുത്തത്. ഇതിൽ കുറേ വീഡിയോസ് ഉണ്ട്, ചാറ്റിംഗ് ഉണ്ട്. നോക്കുമ്പോൾ ഈ ഭർത്താവ് കല്യാണം കഴിഞ്ഞതിന് ശേഷം തന്നെ അതായത് ഭാര്യയല്ലാത്തൊരു സ്ത്രീയോട് വളരെ ഇൻറ്റിമസി ആയിട്ട് ഇടപഴകുന്ന രീതിയിലുള്ള ചാറ്റിങ്ങുകൾ കൂടി ആ പെണ്ണിൻ്റെ ലൈഫ് തകർത്തു. അവൾ വന്നിട്ട് ആകെ, ഇത് ഏതൊരു ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റും? ഒരു തൻ്റെ പങ്കാളി വേറൊരു സ്ത്രീയുമായിട്ട് ബന്ധം. എല്ലായിടത്തും ഈ ഫോണാണ് പ്രശ്നം. ഫോണില്ലാത്തൊരു കാലത്ത് ഇത്തരം സൗഹൃദങ്ങൾ കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ പഴയ ആളുകൾക്കൊക്കെ ഉണ്ടെങ്കിൽ അനുഭവങ്ങൾ പറയും, അന്നും ഇങ്ങനെ തന്നെയാണോ? തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഈ ബന്ധങ്ങൾ ഉണ്ടാക്കുക. ഒടുവിൽ ഈ പെണ്ണ് ചെയ്തതെന്താണ്? ചെറിയൊരു കുട്ടിയുണ്ടല്ലോ, എൻ്റെ കയ്യിൽ എല്ലാ എവിഡൻസും ഉണ്ട്, നിങ്ങളുടെ ഓരോ കുടുംബക്കാർക്കും ഞാൻ അത് സെൻഡ് ചെയ്യും, നിങ്ങൾ തോന്നിയ പോലെ നടന്നോളി എന്ന് പറഞ്ഞു. അയാൾ കാല് പിടിച്ചിട്ട് പറഞ്ഞിട്ട്, പൊന്നു മോളെ, എൻ്റെ കയ്യിൽ തെറ്റുപറ്റി, പക്ഷെ ഇവളെ ഉള്ളിൽ അത് പോണ്ടേ. ഇവള് പറഞ്ഞു, ഇനിത് നിങ്ങൾ തുടർന്നാൽ ഞാനതെല്ലാവർക്കും സെൻഡ് ചെയ്യും. നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം എന്താ, നിങ്ങളുടെ മാതാവും നിങ്ങളുടെ പിതാവും നിങ്ങളുടെ വീട്ടുകാരും മഹല്ലുകാരും എല്ലാവരും അറിയട്ടെ. അതോടുകൂടി ഇയാൾ ഈ പരിപാടി നിർത്തി. പക്ഷേ പരിപാടി നിർത്തിയത് എങ്ങനെ ഉറപ്പാവുക? ആദ്യം ഇപ്പോൾ കൗൺസിലിങ്ങിന് പോയി, മനസ്സൊക്കെ ഒന്ന് റെഡിയാക്കി 2 പേരും കൗൺസിലിങ്ങിന് പോയി. കൗൺസിലിങ്ങിന് പോയിട്ട് 2 പേരും തുറന്ന് സംസാരിച്ചു. ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് എനിക്ക് അങ്ങനെ ഒരു പാകപ്പിഴവ് പറ്റി, ആ പാകപ്പിഴവ് പറ്റിയത് തിരുത്താൻ തയ്യാറാണ്. അപ്പോൾ ആ ഭാര്യ നല്ല മനസ്സോട് കൂടിയിട്ട് അംഗീകരിച്ച് സന്തോഷമായിട്ട് പോയി. പക്ഷെ സന്തോഷമായിട്ട് പോയിട്ട് 2 വർഷം കഴിഞ്ഞിട്ടും ഇയാൾ ഈ പരിപാടി നിർത്തി പിന്നെ വേറൊരു ലേഡിയുമായിട്ടായി. അപ്പം ഇയാൾക്ക് ഇതൊരു സുഖമാണ്. ഭാര്യയിലൊരു റൊമാൻറ്റിക് ഇയാൾക്ക് കിട്ടണ്ടേ? ഭാര്യയോടൊരു, ഭാര്യ വീട്ടിലുള്ള ഒരു വേഷത്തിൽ അങ്ങനെ ഭാര്യയുടെ അടുത്ത് കിടക്കുമ്പോൾ ഇയാൾക്കൊരു ഒരു പെണ്ണിൻ്റെ സുഖമില്ല. ഇത് ഇയാൾ പറയണേ. അവസാനം കഥയൊക്കെ തീരുമാനിച്ചു, ഇത് തമ്മിൽ വെച്ചു പോകില്ല. വീണ്ടും ഇതേ ഫോണിൽ തന്നെ ഈ കള്ളത്തരം ചെയ്യുന്നവർക്കൊക്കെ ഒരു പ്രശ്നം എന്താ അറിയോ? എപ്പോഴെങ്കിലും ഇത്തരം കള്ളത്തരങ്ങൾ പിടിക്കും. ഓരോ ഭാര്യമാരും ഭർത്താക്കന്മാരാണെങ്കിലും പ്രാർത്ഥിക്കുക, തൻ്റെ മുൻപിൽ കള്ളത്തരം കാണിക്കുകയാണെങ്കിൽ പടച്ചോനെ നിങ്ങളായിട്ട് നോക്കണ്ട,
അത്രയും കള്ളത്തരങ്ങൾ പടച്ചോൻ തന്നെ ഇങ്ങ് കണ്ട് കാണിച്ചു തരും. പടച്ചോൻ തന്നെ കാണിച്ചു തരും. അതിനൊക്കെ ചില വകുപ്പുകളൊക്കെ ഉണ്ട്. എത്ര ഉടായ്പ് കളിച്ചാലും നമ്മുടെ നിങ്ങളായിട്ട് പോയിട്ട് സീക്രട്ട് പോയിട്ട് ചകയണ്ട. ഇവള് പറഞ്ഞിൻ്റെ പൊന്നിക്ക ഇത് ഞാൻ സഹിക്കൂല, നിങ്ങൾ അന്ന് പറഞ്ഞ് കയ്യും കാലും പിടിച്ച് കരഞ്ഞ് നന്നായി, വീണ്ടും നിങ്ങളിത് തുടർന്നല്ലോ എന്ന് പറഞ്ഞു. അതോടുകൂടി അന്ന് എത്ര കുട്ടിക്ക് എത്ര വയസ്സാണ്, 3 or 4 വയസ്സായി. ഇവള് പറഞ്ഞത് ഇവള് വാപ്പാട് പറഞ്ഞു, ഉമ്മാട് പറഞ്ഞു, ഇനി അയാളായിട്ട് അയാളിന് പിടിച്ച് കയ്യും കാലും പിടിച്ച് നേരായാലും നേരായിക്കോട്ടെ, നല്ലപോലെ ജീവിച്ചോട്ടെ, എനിക്കങ്ങനെ ഒരു ഭർത്താവിനെ വേണ്ട. ഇനിയിപ്പോൾ ഭാര്യ അങ്ങോട്ട് ഡിവോഴ്സ് ചെയ്ത് ₹1 നഷ്ടപരിഹാരം കിട്ടില്ല. അങ്ങനെ നിയമം, മതത്തിൻ്റെ നിയമവും അങ്ങനെ തന്നെയാണ്, രാജ്യത്തിൻ്റെ നിയമവും അങ്ങനെ തന്നെയാണ്. അയാൾ ഇങ്ങോട്ട് ഡിവോഴ്സ് ചെയ്യുകയാണെങ്കിൽ കുറേ നഷ്ടപരിഹാരങ്ങൾ കിട്ടുകയും ചെയ്യും. അയാൾ വെറുതെ മുന്നോട്ട് പോകില്ല. നഷ്ടപരിഹാരങ്ങൾ ഇങ്ങനെ നിർത്ത, സ്വർണ്ണങ്ങൾക്ക് തിരിച്ചു കിട്ടണം. വീടും സ്ഥലമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ കല്യാണം കഴിഞ്ഞ പാടെ വീടൊക്കെ വെച്ചവരാ, വീട് 2 പേരെ ബേത്ത് ഭാഗമാണ്. അതൊക്കെ ചർച്ചയിൽ തീരുമാനമാക്കി കിട്ടാനുള്ളത് തൊട്ട് ഇന്ന് ഖദീജ വളരെ അഭിമാനത്തോട് കൂടിയിട്ട് ഒരു ചെറിയൊരു ഷോപ്പിംഗ് നടത്തുന്ന, ഈ ഡ്രസ്സുകളൊക്കെ വിൽക്കുന്ന ഒരു കട, അതിൽ പർദ്ദ കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്വന്തം കാലിൽ നിൽക്കുകയാണ്, കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. ഒരാണിൻ്റെ തുണ ഇല്ലെങ്കിലും ഇതുപോലത്തെ ആണുങ്ങളാണെങ്കിൽ ആണിൻ്റെ തുണയില്ലാതെ ജീവിക്കാം. അപ്പോൾ ഞാൻ ഈ വീഡിയോ പറയുമ്പോൾ നിങ്ങൾക്ക് എന്നോട് വിരോധം ഉണ്ടാവും, ഇയാളെന്താ അങ്ങനെ ഞാൻ ഖദീജയുടെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. ഖദീജ എന്ന് വിളിച്ചു, എനിക്കറിയാവുന്നൊരു ക്യാരക്ടർ, പക്ഷെ അവൾക്ക് ഇങ്ങനൊരു ലൈഫുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. എനിക്കൊരു പർദ്ദൊക്കെ വിൽക്കുന്നൊരു കടക്കാരാണ്, അത്ര അറിവേ എനിക്കുള്ളൂ. എൻ്റെ വീഡിയോ കാണുന്ന ആളാണ്, പല നിർദ്ദേശങ്ങൾ തരാറുണ്ട്, നമ്മളെക്കാളും അനുഭവ സമ്പത്തുള്ള ഒരാളാണ്. പക്ഷെ അവരിന്ന് ഈ ഒരു സംഭവം കണ്ടപ്പോൾ, കൊല്ലത്തുള്ള ഈ രേഷ്മയുടെ അനുഭവം കണ്ടപ്പോൾ എനിക്ക് വിളിച്ചിട്ട് പറയാണ്, തൻ്റെ ഇടത്തോടെ നമ്മൾ ക്ഷമിക്കാൻ നിന്നു, അപ്പോൾ ക്ഷമിച്ചു കൊടുത്തപ്പോൾ പിന്നെയും നമ്മളെയും കാലിന് അടി പിടിച്ച് വലിക്കുന്ന സ്വഭാവമാണെങ്കിൽ പിന്നെ നമ്മൾ ക്ഷമിക്കാൻ നിൽക്കരുത്. ചില തെറ്റ് ചെയ്യുന്ന ആൾക്കാരോട് ക്ഷമിച്ചാൽ ആ തെറ്റിന് വളം വെച്ചു കൊടുക്കലാണ്. അങ്ങനെ വളം വെച്ച് കൊടുക്കുന്ന ചില ആൾക്കാരുണ്ട്. ആ ആളുകളുടെ ഒരു കൂട്ടത്തിലായിരുന്നു അയാൾ. ഇന്ന് തൻ്റെ ഇടത്തോടു കൂടി ഖദീജ ജീവിക്കുന്നുണ്ട്. ഒരു ചെറിയൊരു കഥയുണ്ട്. അതായത് ഒരു ഫക്കീറായ ഒരു സൂഫി നടന്നു പോകുമ്പോൾ 3 സ്ത്രീകൾ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ വെള്ളം എടുക്കുകയാണ്. അപ്പോൾ ഈ ഫക്കീറിനോട് പറയുകയാണ്, ഒരു സ്ത്രീ പറഞ്ഞു, എൻ്റെ കുഞ്ഞ് വളരെ നന്നായിട്ട് പാട്ട് പാടുന്ന ഒരാളാണ്, നന്നായിട്ട് പാട്ട് പാടും, ഞാൻ അങ്ങനെ വളർത്തിയിട്ടുള്ളത്, അഭിമാനത്തോടെ പറയാൻ. ഫക്കീറായ സൂഫി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ മറ്റേ സ്ത്രീ പറഞ്ഞു, എൻ്റെ മോൻ നല്ല കരാട്ട അഭ്യാസിയാണ്, ഒരൊറ്റ കിക്കൊക്കെ കിട്ടിയ ആളിങ്ങനെ തെറിച്ചു പോകും, അമ്മാതിരി അഭ്യാസിയാണ്, കളരിയും കരാട്ടയും കുംഫു എല്ലാം അറിയാമെന്ന് പറഞ്ഞു. 3ാമത്തെ സ്ത്രീ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അങ്ങനെ പ്രത്യേകിച്ച് എൻ്റെ കുട്ടിക്ക് പാടാനുള്ള കഴിവില്ല, ഡാൻസ് ചെയ്യാനുള്ള കഴിവില്ല, അഭ്യാസിയല്ല, ഒന്നുമല്ല. അങ്ങനെ ഇവർ 3 പേരും ഇവരുടെ അടുത്തടുത്ത വീടുകളാണ് 3 പേരുടെയും. അപ്പോൾ ഈ ഫക്കീറിനെ വിളിക്കുകയാണ്, നിങ്ങൾ ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് വരുമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവാണ്. അപ്പോൾ ഈ ഫക്കീർ അവിടെ പോയി ഭക്ഷണം കഴിക്കാമല്ലോ, പാട്ട് പാടാൻ അറിയുന്ന കുഞ്ഞിൻ്റെ അമ്മയായ സ്ത്രീ എൻ്റെ ഓടിയിട്ട് വരുന്ന സമയത്ത് ആ കുട്ടി നല്ല പാട്ട് പാടുന്നുണ്ട്. അപ്പോൾ അമ്മ കാണിച്ചു കൊടുത്ത്, കണ്ടില്ലേ എൻ്റെ മോൻ്റെ പാട്ട് എങ്ങനെയുണ്ട്, അടിപൊളിയില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ 2 പേരും ദൂര സ്ഥലത്ത് നിന്ന് കുടിവെള്ളം ശേഖരിച്ചിട്ട് വരികയാണ്. വെള്ളം ശേഖരിച്ചിട്ട് ഗ്രാമത്തിലേക്ക് അവരെ വീടുകളിലേക്ക് കൊണ്ടുവരികയാണ്. നല്ല ബുദ്ധിമുട്ടി, ഒരു കുടം തലയിലുണ്ട്, കയ്യിലുണ്ട്, ഇങ്ങനെ ബുദ്ധിമുട്ടിയിട്ട് വരികയാണ്. അപ്പോൾ 2ാമത്തെ അഭ്യാസിയായ ചെക്കൻ ഓടി വന്നിട്ട് യു ഹു ഹാ ഹി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അഭ്യാസം കാണിച്ച് എല്ലാവരും ഭയങ്കര കൈയടിച്ച്. 3ാമത്തെ കുട്ടി ഓടി വന്നിട്ട് ഈ മാതാവിൻ്റെ കയ്യിലുള്ള കുടവെള്ളം വാങ്ങിയിട്ട് ഞാൻ കൊണ്ടുപോകുന്നുണ്ട്, ഒരു ഭാരം ലഘൂകരിക്കാൻ. അപ്പോൾ ഈ സൂഫി ഗുരു, ഫക്കീറായ സൂഫി ഗുരു പറയും, ഞാൻ ഇവിടെ ഒരു മോനെ ഞാൻ കണ്ടുള്ളൂ, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ കരാട്ട പഠിപ്പിച്ചു കൊടുത്തു, പാട്ട് പാടാൻ പഠിപ്പിച്ചു, പക്ഷേ മനുഷ്യനെ മനസ്സിലാക്കാൻ പഠിപ്പിച്ചു കൊടുത്തില്ല. ആ അമ്മനെ സഹായിച്ചൊരു മകൻ ആര് മാത്രമേ ഉള്ളൂ, ആ ഒരു കുട്ടി. നമ്മൾ വളരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ രോഷം വരണം. നമ്മളെ മാതാപിതാക്കൾ നമുക്ക് എന്ത് വളർത്തി തന്നോ, എന്ത് പഠിപ്പിച്ചെന്നോ അതാണ് ലൈഫിൽ ഉണ്ടാവുക. പാട്ടുപാടി, ഡാൻസ് ആടി, അഭ്യാസം കളിച്ച് അതൊക്കെ ഉണ്ടാവും. അതൊക്കെ വേണ്ടെന്നല്ല പറയണത്. അവനവൻ്റെ കർത്തവ്യം, സെൽഫ് അവെയർനെസ്, അവനവൻ ആരാണെന്നറിയുക, അതിനനുസരിച്ച് റിയാക്ട് ചെയ്യുക, ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയുക. അവിടെയാണ് ഖദീജയുടെ വിജയം ഉണ്ടായത്. ഈ ഒരു കഥ നിങ്ങൾ കേട്ട ആളുകളുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞത്, മുമ്പ് കഥ കേട്ടവരാണെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. ഇതുപോലെ നമ്മൾ ആരാണെന്ന് ആദ്യം എന്നിട്ട് നല്ലൊരു ഡിസിഷൻ എടുക്കുക. അതുകൊണ്ട് ഖദീജ എന്ന റാഹത്തായി. ഖദീജയോട് പറയും, മാഷി ഈ വീഡിയോ പേര് ഖദീജ എന്നല്ല കേട്ടോ, ഞാൻ സാങ്കല്പികമായിട്ട് പറയാം. എന്നോട് പേരും സ്ഥലമൊക്കെ പറയാൻ പറഞ്ഞു, പക്ഷേ നമ്മൾ അത് എൻ്റെ ഒരു ഡ്യൂട്ടി അല്ലല്ലോ, അത് നമ്മൾ പറയൂല. പറയാൻ പറഞ്ഞാലും നമ്മൾ പറഞ്ഞില്ല. ഇങ്ങനെ നമ്മൾ കരഞ്ഞ് സങ്കടപ്പെടരുത്. ഇനി ഭാര്യയും ഇങ്ങനെ സൗഹൃദത്തിൽ പോണവരുണ്ട്. എന്താണ് ഇപ്പം ആ സൗഹൃദം കൊണ്ടൊരു സന്തോഷം? അവനവൻ്റെ വീട്ടിൽ റൊമാൻറ്റിക് ആക്കുക, ചില മാറ്റങ്ങൾ വരും, നല്ലൊരു കൗൺസിലിങ്ങിന് പോകും. എന്തെങ്കിലും ലൈഫിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാറിച്ചെന്നു മക്കളെ ലൈഫ് നിങ്ങൾ നശിപ്പിക്കരുത്. നിങ്ങളുടെ ലൈഫ് നിങ്ങൾ തകർത്താൽ നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഒരവസ്ഥ, വീട്ടുകാരുടെ അവസ്ഥ, നിങ്ങളുടെ ആക്തിപത്തൊക്കെ എന്താവും, അതും ശ്രദ്ധിക്കുക. ഇതൊരു പരിഹാരമാവണം നമ്മുടെ ഉള്ളിൽ. നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കൗൺസിലിങ്ങിന് കൊണ്ട് വരും, നമ്മൾ റെഡിയാക്കി തരാം. എന്ത് പ്രശ്നങ്ങളാണെങ്കിലും പരിഹാരം വേണം നിങ്ങൾക്ക് തരും, മനസ്സിൻ്റെ ഉള്ളിൽ വേണട്ടാ. അല്ലാതെ ഇങ്ങനെ അത്ഭുതങ്ങൾ നടക്കാൻ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ആ പരിഹാരം ഉണ്ടാവും. നമ്മൾ തയ്യാറായാൽ പരമാവധി നമ്മൾ ഒന്നിക്കാൻ ശ്രമിക്കുക. അടുത്ത ആൾ നേരാവുന്നുണ്ടെങ്കിൽ, ക്ഷമിക്കുന്നുണ്ടെങ്കിൽ അതല്ലേ നല്ലത്. എന്തായാലും നല്ല കരുത്തോടു കൂടി നല്ല തീരുമാനം നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കണം.
അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.